الحمد لله الذي أنزل قرآنا عربيا غير ذي عوج لعلهم يتقون بلسان عربي مبين لعلكم تعقلون. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات فهم القرآن على أيسر الطريق. ونحن اليوم في دورة الثانية من دروس اللغة العربية لغير الناطقين بها، وقد أكملنا 9 دروس، واليوم سنبدأ الدرس 10. طيب، പത്താമത്തെ പാഠം നമ്മൾ തുടങ്ങാൻ പോവാണ്. പത്താമത്തെ പാഠത്തിന്റെ സംഗ്രഹം, അതിന്റെ കണ്ടന്റ്, അതിന്റെ സമ്മറി, എന്തൊക്കെ സബ്ജക്റ്റ് ആണ് അതിൽ കൈകാര്യം ചെയ്യുന്നത് എന്നാണ് ആദ്യം നിങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. ഒന്നാമതായി ഫഇലുകളുടെ ഗ്രൂപ്പുകൾ. എന്താ പറയുന്നത് അറബിയില്? അബ്വാബുൽ അഫ്ആൽ, ബാബുകൾ. അണ്ടർസ്റ്റാൻഡ് ഖുർആനിൽ നമ്മൾ എത്ര ഗ്രൂപ്പ് പഠിച്ചിട്ടുണ്ട്? 3 അടിസ്ഥാനാക്ഷരങ്ങൾ മാത്രമുള്ളതും ഹംസ്, ഷദ്, ദുർബലാക്ഷരങ്ങൾ ഇല്ലാത്തതുമായ എത്ര ക്രിയ ഗ്രൂപ്പുകൾ പഠിച്ചിട്ടുണ്ട്? 3 അക്ഷരങ്ങൾ മാത്രമുള്ളതും ഷദ്, മദ്ദ്, ഹംസ് ഇല്ലാത്തതുമായ ക്രിയകൾ 4 ഇനങ്ങളാണ് പഠിച്ചത്. ഈ 4 ഓർമ്മിച്ചിരിക്കുക. യഥാർത്ഥത്തിൽ അതിലും അധികം ഗ്രൂപ്പുകൾ ഉണ്ട്, 5-6 ഗ്രൂപ്പുകളൊക്കെ ആയിട്ട് എണ്ണാം. പക്ഷെ മോസ്റ്റ് കോമൺ ആയിട്ടുള്ളത് 6 ഗ്രൂപ്പുകളാണ്. ഇപ്പോൾ അണ്ടർസ്റ്റാൻഡ് ഖുർആൻ പഠിക്കാത്ത ആരെങ്കിലും ഉണ്ടോ ഇതില്? ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടി വരും. അണ്ടർസ്റ്റാൻഡ് ഖുർആനിൽ പഠിക്കാത്ത ആരുമില്ല. അപ്പോ ഫതഹ എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ മധ്യത്ത് പൂർണ്ണക്രിയയിലും അപൂർണക്രിയയിലും ഫതഹാണ്. ഫതഹ യഫ്തഹ്, ഇതാണ് ഒന്നാമത്തെ ഗ്രൂപ്പ്. രണ്ടാമത്തെ ഗ്രൂപ്പ് ബറബ യദ്രിബു. പൂർണ്ണക്രിയയിൽ മധ്യത്ത് ഫതഹ തന്നെയാണ്, അപൂർണക്രിയയിൽ കസ്റ, ബറബ യദ്രിബു. മൂന്നാമത്തെ ഗ്രൂപ്പിൽ സമിഅ യസ്മഅ. അപ്പോ മധ്യത്ത് പൂർണ്ണക്രിയയിൽ തന്നെ കസ്റ വന്നു, അപൂർണക്രിയയിൽ ഫതഹ, സമിഅ യസ്മഅ. നാലാമത്തെ ഗ്രൂപ്പ് പഠിച്ചത് നസറ യൻസുറു. പൂർണ്ണക്രിയയിൽ മധ്യത്ത് ഫതഹാണ്, അപൂർണക്രിയയിൽ മധ്യത്ത് ലമ്മാണ്. ഇതാണ് ക്രിയകളുടെ ഗ്രൂപ്പ്. പിന്നെ മനസ്സിലാക്കേണ്ടത് അപൂർണ ക്രിയയ്ക്ക് വേണ്ടി ചേർക്കുന്ന ചില അക്ഷരങ്ങളുണ്ട്. അപൂർണ ക്രിയയിൽ യഫ്തഹു എന്ന് പറഞ്ഞെടുത്ത് യാ ചേർത്തു, തഫ്തഹു എന്ന് പറഞ്ഞെടുത്ത് താ ചേർത്തു, അഫ്തഹു എന്ന് പറഞ്ഞെടുത്ത് ആ ചേർത്തു, നഫ്തഹു എന്ന് പറഞ്ഞെടുത്ത് ന ചേർത്തു. നമുക്കതിനെ നഅ്തി എന്ന് വിളിക്കാം. നഅ്തി, ഞങ്ങൾ വരും. അത്ത വന്നു, നഅ്തി, ഞങ്ങൾ വരും. അപ്പൊ ഞങ്ങൾ വരും. ആരൊക്കെയാണ് ഞങ്ങൾ? നഅ്തിയിലുള്ളത് പോലെ പറയും. അപ്പോ
യാണ്. അത് ഹർഫ് മദ്ദായിട്ട് കണക്കാക്കണ്ട. ആദ്യത്തിൽ വരുമ്പോൾ ഹർഫ് മദ്ദിന്റെ പ്രശ്നമേ വരുന്നില്ല, യാ വരും. ഇതാണ് അപൂർണക്രിയയിൽ അധികമായി വരുന്ന അക്ഷരങ്ങൾ. അതേപോലെ മനസ്സിലാക്കേണ്ടത് ഫതഹ എന്ന് പറയുമ്പോൾ ആദ്യത്തേലും അവസാനത്തേലും ഫതഹായിരിക്കും. ഫിഅ്ലു മാദിയിൽ ആദ്യത്തേതിനും അവസാനത്തേതിനും ഫതഹായിരിക്കും. നമ്മൾ പഠിക്കുന്നത് 3 അക്ഷരങ്ങൾ മാത്രമുള്ള ക്രിയകളും ഹംസ ശദ്ദ മദ് ഇവയില്ലാത്തതുമായ ക്രിയകൾ. അപ്പൊ അതില് ഒന്നാമത്തേതിലും അവസാനത്തേതിലും പൂർണ്ണക്രിയയിൽ ഫതഹായിരിക്കും. അപൂർണക്രിയയിൽ വരുമ്പോൾ എന്തായിരിക്കും? അപൂർണക്രിയയിൽ വരുമ്പോൾ ഒന്നാമത്തേതിന് ഫതഹായിരിക്കും, അവസാനത്തേതിന് ലമ്മായിരിക്കും. യഫ്തഹു, യദ്രിബു, യസ്മഉ, യൻസുറു. ഓക്കെ. അതാണ് രണ്ടാമത് മനസ്സിലാക്കേണ്ട സംഗതി. ആദ്യത്തേതിന് ഫതഹും അവസാനത്തേതിന് ലമ്മും അല്ലേ? ലമ്മായിരിക്കും. യഫ്തഹു, യൻസുറു, യസ്മഉ. ആ 4 ഗ്രൂപ്പും പറഞ്ഞു നോക്കിയാൽ മതി. 4ലും അങ്ങനെയാണ് വരുന്നത്. പിന്നീട് ഇതാണ് ക്രിയകളും ക്രിയകളുടെ ഗ്രൂപ്പുകളും തമ്മിൽ മനസ്സിലാക്കിയിരിക്കുന്നത്. കൽപ്പനക്രിയ നമ്മൾ ഇപ്പോൾ വിശദമായി വരുന്നില്ല. അതേപോലെ ക്രിയകളുടെ 3 ഇനങ്ങൾ, 3 ടെൻസുകൾ. ടെൻസ് എന്ന് പറഞ്ഞാൽ പൂർണ്ണക്രിയയ്ക്ക് ഒരു ടെൻസ്, അതായത് പാസ്റ്റ് ആണ്. അപൂർണക്രിയയ്ക്ക് 1, അപൂർണക്രിയ തന്നെ ഭാവിക്കും വർത്തമാനത്തിനുണ്ട്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതിനും ഭാവിക്കും. അപ്പൊ യഫ്തഹു എന്ന് പറഞ്ഞാൽ തുറക്കുന്നു അല്ലെങ്കിൽ തുറക്കും. പിന്നെ മൂന്നാമത്തെ ക്രിയാ ഫോം എന്ന് പറയുന്നത് കൽപ്പനക്രിയ. ഇഫ്തഹ്, ഇഫ്തഹ് എന്നും വരും, ഉൻസുർ പോലെയും വരും. അത് നമ്മൾ മറ്റൊരു പാഠത്തിൽ, കൽപ്പനക്രിയ മറ്റൊരു പാഠത്തിൽ വിശദമായി പഠിക്കും. 2-3 പാഠം കഴിഞ്ഞിട്ടേ വരും. അപ്പൊ യഥാർത്ഥത്തിൽ ടെൻസ് നോക്കുമ്പോൾ പാസ്റ്റ് ടെൻസ്, പ്രസന്റ്, പിന്നെ കൽപ്പന, ഇംപെരറ്റീവ് മോഡ് എന്ന് പറയും കൽപ്പനക്രിയ. ഇതാണ് ക്രിയയുടെ രൂപഭേദങ്ങൾ. ലാ തഫ്അൽ വരും, വിരോധക്രിയ വരും. പിന്നെ ഉള്ളത് സംഖ്യ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒക്കൂത് പഠിച്ചെന്ന് തോന്നില്ലേ? ശിറൂന, സലാസൂൻ അല്ലേ? പഠിച്ചു. ഇപ്പൊ നമുക്ക് 21 മുതൽ 30 വരെയുള്ളത് പറഞ്ഞു നോക്കാം. ഈ പാഠത്തിൽ അതാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ അതില് 21ഉം 22ഉം 21ഉം 22ഉം, അതായത് നമ്മൾ നേരത്തെ 1ഉം 2ഉം പറഞ്ഞു. 1ഉം 2ഉം പറഞ്ഞപ്പോൾ റജുലുൻ വാഹിദ്, അപ്പോ പുരുഷന് പുല്ലിംഗമായ സംഖ്യ തന്നെയാണ് ഉപയോഗിക്കുന്നത്. വാഹിദത്ത്. അപ്പോ റജുലാൻ ഇസ്നാനി, 2 പുരുഷന്മാർ. ഇംറഅത്താനി ഇസ്നതാനി. അപ്പൊ അതിന് മാച്ചിങ് ആയിട്ടാണ് 1ഉം 2ഉം ഉപയോഗിക്കുന്നത്. അതും ഇവിടെയും ഇതേപോലെ തന്നെ. വാഹിദുൻ, വാഹിദുൻ വൈശ്റൂൻ, 21. റജുലൻ. ഇവിടെ വേറൊരു പ്രത്യേകത, എണ്ണപ്പെടുന്നത് ഫത്ഹ് തൻവീനുള്ളതായിരിക്കും. എണ്ണപ്പെടുന്നത് നസ്ബ് ചെയ്യപ്പെട്ട അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. ഇശ്റൂന, വാഹിദുൻ വഇശ്റൂന ത്വാലിബൻ. അപ്പൊ ത്വാലിബ് പുല്ലിംഗമായതുകൊണ്ട് വാഹിദുൻ എന്നാണ് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇശ്റൂനയ്ക്ക് ജെൻഡർ ഇല്ല. ഇശ്റൂന, സലാസൂന എല്ലാം ഒറ്റ സംഭവം തന്നെയാണ്. പിന്നെ വാഹിദ് ത്വാലിബ് ആയതുകൊണ്ട് വാഹിദുൻ വൈശ്റൂന ത്വാലിബൻ. അതേപോലെ ഇസ്നാനി വൈശ്റൂന ത്വാലിബൻ. വാഹിദുൻ വൈശ്റൂന ത്വാലിബൻ, ഇസ്നാനി വൈശ്റൂന ത്വാലിബൻ. അപ്പൊ ഇസ്നാനി, നമുക്ക് ഇസ്നാനി എന്ന് പറഞ്ഞാൽ പുല്ലിംഗമാണ്.
അപ്പൊ താലിബായതുകൊണ്ട് വാഹിദും ഇസ്നായും പറയും. സ്ത്രീലിംഗമാകുമ്പോൾ സ്ത്രീലിംഗത്തിന്റെ ഈ പാടത്ത് വരുന്നുണ്ടോ? വരുമോ നോക്കാം. ഇനി അതിന്റെ ചില്ലറ വരുമ്പോൾ, ബാക്കി 3 മുതൽ അങ്ങോട്ട് വരുമ്പോൾ എന്ത് ചെയ്യണം? താലിബുൻ ആണെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ചു 3 മുതൽ 9 വരെ 10 വരെ എന്ത് ചെയ്യണം? ഓപ്പോസിറ്റ് ജെൻഡർ. അപ്പോ റജുലൻ ആണെങ്കിൽ റജുലിനെയാണ് എണ്ണുന്നതെങ്കിൽ സലാസത്തും വൈശ്റൂന റജുലൻ. സലാസത്തും വൈശ്റൂന റജുലൻ. നമുക്ക് നേരത്തെ അറിയാം ചില്ലറയ്ക്ക് ഓപ്പോസിറ്റ് ജെൻഡർ ആണ് വേണ്ടത്, വിപരീത ലിംഗമാണ് വേണ്ടത്. പിന്നീടുള്ളത് ഇല്ല വരുന്ന സന്ദർഭം. ഇല്ല, അത് നമ്മൾ അങ്ങോട്ട് ഉദാഹരണം പറയുമ്പോഴത്തേക്ക് പറയാം. എല്ലാം കൂടെ പറഞ്ഞാല് ഒരുപാട് ലോഡ് ഉണ്ടെന്ന് തോന്നുന്നു. സംഭവം സിമ്പിളാണ്. പിന്നെ ലാല്ല വരുന്നുണ്ട്. ലാല്ലയുടെ ഒരു ഭാഗം നമ്മൾ നേരത്തെ പഠിച്ചു. ഇനി സെക്കൻഡ് പാർട്ടാണ് പഠിക്കാൻ പോകുന്നത്. ലാല്ല വരുമ്പോഴത്തേക്ക് ഒന്ന് ഹോപ്പിന് വരും, അതേപോലെ അഫ്രൈഡ്, ഐ ആം അഫ്രൈഡ് എന്ന് പറയാൻ വേണ്ടിയും പറയും. അപ്പോ അതിന്റെ പേരുകളും അതിന്റെ ഉദാഹരണങ്ങളുമാണ് പഠിക്കുന്നത് സെക്കൻഡ് പാർട്ട്. പിന്നെ ബൈന വരുമ്പോൾ ബൈനയ്ക്ക് ശേഷമുള്ളത് ഇളാഫത്തായിട്ട് കെസ്ർ ചെയ്യപ്പെട്ടായിരിക്കും വരിക. അതും ഉദാഹരണത്തിലൂടെ നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് പാഠം വായിച്ചു പോകാം. നമ്മൾ ഈ പറഞ്ഞ വിഷയത്തിലാണ് ഫോക്കസ്. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളായിരിക്കും വരിക. ദർസുൽ ആശിർ, പാഠം 10. ذهب زكريا لزيارة حامد بعد صلاة الفجر. ذهب زكريا പോയി لزيارة حامد, ഹാമിദിനെ വിസിറ്റ് ചെയ്യുന്നതിന്. ലി വന്നതുകൊണ്ട് സിയാറത്തിന്റെ കസർ വന്നു. സിയാറത്തി ഹാമിദിൻ, ഹാമിദിനെ സന്ദർശിക്കുന്നതിന് അല്ലെങ്കിൽ ഹാമിദിന്റെ സന്ദർശനത്തിന് എന്നാണ്. അപ്പൊ ഹാമിദിലേക്ക് ഇളാഫത്തിട്ടാൽ, അപ്പൊ അതുകൊണ്ട് അതിന് കസർ. ബഅദ സ്വലാത്തിൽ ഫജ്ർ, നമുക്കറിയാം സ്വലാത്തിന്റെ പേര് പറയുന്ന എല്ലാം ഇളാഫത്തിട്ടായിരിക്കും വരിക. സ്വലാത്തുൽ ഫജ്രി, സ്വലാത്തുൽ ളുഹ്രി, സ്വലാത്തുൽ അസ്രി, സ്വലാത്തുൽ മഗ്രിബി, സ്വലാത്തുൽ ഇശാഇ, അങ്ങനെ ഇളാഫത്തിൽ. സൂറത്തിന്റെ പേര് വരുന്നു. സൂറത്തുൽ ഫജ്രി, സൂറത്തുൽ ഫലഖി, സൂറത്തുൽ ബഖറത്തി എന്നൊക്കെയാണ്. സൂറത്ത് നൂഹിൻ, സൂറത്ത് യൂസുഫ. യൂസുഫിന് കസറില്ലല്ലോ, അതുകൊണ്ട് കസറിന് വരെ 10 കൊടുക്കും. അപ്പൊ വലാകിന്നഹു, ലാകിന്ന പക്ഷേ, ഇന്നഹു പറയുന്ന പോലെ തന്നെ ലാകിന്നഹു പക്ഷേ അവൻ, അല്ലെങ്കിൽ അദ്ദേഹം മാ വജദഹു, അവനെ കണ്ടില്ല. സക്കരിയ ഹാമിദിനെ കണ്ടില്ല. ഫിൽ ബൈത്തി, വീട്ടിൽ. ഫഖാല ലിബ്നിഹി മൂസ, ഫഖാല ലിബ്നിഹി മൂസ. ഇബിൻ അല്ല, ലിബ്നിഹി. ഇബിനിന്റെ ഹംസ എന്താണ്? ഹംസത്തുൽ വസ്ലാണ്, ചേർത്ത് കഴിയുമ്പോൾ പോകുന്നത്. ലിബിനി, ഈസ ഇബ്നു മറിയം, അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്നൊക്കെ പറയുന്ന പോലെ. ലിബ്നിഹി മൂസ, ലിബ്നിഹി മൂസ എന്ന് പറഞ്ഞാൽ മൂസ എന്ന അവന്റെ മകനോട്, അതായത് ഫഖാല ലിബ്നിഹി, അവന്റെ മകനോട് പറഞ്ഞു. അവന്റെ മകൻ എന്ന് പറഞ്ഞാൽ സിയാറത്തി ഹാമിദിനാണ് പോയത്, ഹാമിദിനെ കാണാൻ വേണ്ടിയാണ് പോയത്. ഹാമിദിന്റെ മകനോട് പറഞ്ഞു. മൂസ എന്ന പേരുള്ള ഹാമിദിന്റെ മകനോട് പറഞ്ഞു. അതിന് അബൂക്ക്, അല്ലെങ്കിൽ ചോദിച്ചു. അതിന് അബൂക്ക, ഫാദർ, അപ്പൊ എവിടെ? മൂസ ذهب إلى السوق. ഇവിടെ ഫഅല് മാദി വരുന്നുണ്ട്. ദഹബ ഫഅല് മാദിയാണ്, ഫഅല് മാദിയാണ്, 3 അക്ഷരമാണ്.
ഓക്കെ, മാളിയായ ഫെയിലാണ്. പൂർണ്ണക്രിയ ദഹബ സക്കരിയ സിയാറത്തി ഹാമിദിൻ. പിന്നെ വജദ പൂർണ്ണക്രിയയാണ്. മാവജദ എന്ന് പറയുമ്പോൾ പൂർണ്ണക്രിയയാണ്. അപ്പൊ കാല പൂർണ്ണക്രിയയാണ്, പക്ഷെ അതിവിടെ ദുർഭിലാഷം ഉള്ളതാണ്, നമ്മൾ വേറെ പഠിക്കും. അതിന് അബൂക്ക എന്ന് ചോദിച്ചു. മൂസ പറഞ്ഞു ദഹബ ഇല സൂഖി. അപ്പൊ ഇതെല്ലാം എന്താണ്? കാലയും ദഹബയും വജദയൊക്കെ പൂർണ്ണക്രിയയാണ്. ദഹബ മധ്യത്ത് ഫതഹുള്ളതാണ്, വജദ മധ്യത്ത് ഫതഹുള്ളതാണ്. ഇതൊക്കെയാണ് ഇവിടെ പഠിക്കുന്ന ക്രിയകൾ. കാല ഇവിടെ പരാമർശ വിഷയമല്ല, ചർച്ചാ വിഷയമല്ല. ദഹബ ഇല സൂഖി സക്കരിയ യദ്ഹബു ഇല സൂഖി കുല്ല യൗം. അപ്പൊ മൂസ പറഞ്ഞു ദഹബ ഇല സൂഖി, വാപ്പ മാർക്കറ്റിൽ പോയി. ദഹബ ഇല സൂഖി, അദ്ദേഹം മാർക്കറ്റിൽ പോയി. സക്കരിയ യദ്ഹബു ഇല സൂഖി കുല്ല യൗമിൻ. അപ്പൊ യദ്ഹബു എന്ന വാക്ക് അപൂർണക്രിയയാണ്. മാത്രമല്ല അത് ഹാബിച്വൽ ആക്ഷനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കും. ഹാബിച്വൽ ആക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പതിവായി ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പൊ പതിവായി ചെയ്യുന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടി എന്ത് ചെയ്യണം? അപൂർണക്രിയ ഉപയോഗിക്കണം. അപ്പോ യദ്ഹബു ഇല സൂഖി കുല്ല യൗമിൻ, അദ്ദേഹം പോകാറുണ്ടോ? ഇല സൂഖി, മാർക്കറ്റിലേക്ക്. കുല്ല യൗമിൻ എങ്ങനെ? ഇംഗ്ലീഷിൽ പ്രസന്റ് ടെൻസ് അല്ലേ ഇപ്പൊ അങ്ങനെ വരിക? ഹാബിച്വൽ ആക്ഷൻ ആയിട്ട് വരിക. പതിവായി ചെയ്യുന്നതിന് പ്രസന്റ് ടെൻസ്. അതേപോലെ തന്നെ ഇവിടെ യദ്ഹബു ഇല സൂഖി കുല്ല യൗം. ഇവിടെ കുല്ല യൗം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഹാബിച്വൽ ആക്ഷൻ ആണെന്ന് പ്രത്യേകിച്ച് മനസ്സിലാക്കാൻ പറ്റും. മൂസ നഅം യദ്ഹബു ദാഇമൻ. യദ്ഹബു ദാഇമൻ. ദാഇമൻ പുതിയ വാക്കാണ്. പുതിയ വാക്കുകളുടെ ലിസ്റ്റ് ഒക്കെ ഞാൻ അയച്ചത്. പതിവായി. ദാഇമൻ എന്ന് പറഞ്ഞാൽ ഓൾവേസ്, എല്ലായ്പ്പോഴും. ദാഇമൻ എല്ലായ്പ്പോഴും. ദാമ യദൂമു എന്നാണ് അതിന്റെ ക്രിയ. നമ്മളിപ്പോ പഠിക്കേണ്ടതില്ല. അതെന്താണ്? മാദുംതു ഹയ്യ. അപ്പൊ മാത് വേറൊരു കാനയുടെ മറ്റു സിസ്റ്ററായിട്ട് ഉപയോഗിച്ചതാണ്, മാദാമ. എനിവേ, അപ്പൊ ദാഇമൻ എന്നാണ് ഇവിടെ പറയുന്ന വാക്ക്. ദാഇമൻ ഓൾവേസ്. ഇല സൂഖി ബഅദ സ്വലാത്തിൽ ഫജ്ർ. അദ്ദേഹം എപ്പോഴും എല്ലായ്പ്പോഴും ഫജ്ർ നമസ്കാരത്തിന് ശേഷം മാർക്കറ്റിലേക്ക് പോകാറുണ്ട്. ഇവിടെ പ്രസന്റ് ടെൻസ് അല്ല, മറിച്ച് എന്താണ്? ഹാബിച്വൽ ആക്ഷൻ ആണ്. അപ്പൊ എന്താണ് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ പതിവായി പോകാറുണ്ട്, എല്ലായ്പ്പോഴും പോകാറുണ്ട്. സക്കരിയ മതാ യർജിഉ മിന സൂഖി. അപ്പോ മാർക്കറ്റിൽ നിന്ന് എപ്പോഴാണ് മടങ്ങാറുള്ളത്? മതാ യർജിഉ, എപ്പോ മടങ്ങി വരും, എപ്പോഴാണ് മടങ്ങാറുള്ളത്? അപ്പൊ അവിടെയും ഹാബിച്വൽ ആക്ഷനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. എപ്പോഴാണ് സാധനം മടങ്ങി വരാറുള്ളത്? മൂസ. അപ്പൊ ഇവിടെ എന്ത് സംഭവിച്ചു? ശ്രദ്ധിക്കുക, ദഹബ കഴിഞ്ഞിട്ട് ദഹബയുടെ അപൂർണക്രിയയായി യദ്ഹബു ഉപയോഗിച്ചു. അപ്പൊ യദ്ഹബുവിന്റെ മധ്യത്തിൽ എന്താണ് അടയാളം? മധ്യത്തെ അടയാളം ഫതഹ്. ദഹബ എന്ന പൂർണ്ണക്രിയയിലെ മധ്യത്തെ ഫതഹാണ്. അതിന്റെ അപൂർണക്രിയക്ക് വേണ്ടിയുള്ള അക്ഷരമായ യാ വന്നു. അതേപോലെ മധ്യത്തെ അക്ഷരത്തിന് ഫതഹാണ് ഉള്ളത്. നഅം യദ്ഹബു ദാഇമൻ, അതേ ക്രിയ തന്നെയാണ്. മതാ യർജിഉ. മതാ യർജിഉ. മതാ യർജിഉ, എപ്പോഴാണ് അദ്ദേഹം മടങ്ങുന്നത്? അപ്പൊ എന്ത് വന്നു? റജഅ യർജിഉ വന്നപ്പോ എന്തായി? അപൂർണക്രിയ. അത് ഇതാണ് അപൂർണക്രിയ വന്നപ്പോൾ യർജിഉ മധ്യത്ത് എന്ത് വന്നു? കസ്റ. അതെ, മധ്യത്ത് കസ്റ വന്നു. അതിന്റെ പൂർണ്ണക്രിയ എന്താണ്? റജഅ. അതിന്റെ മധ്യത്ത് ഫതഹാണ്. ഇത് മത്താ വന്നത് കൊണ്ട് യർജിഉനായത്, അല്ലെങ്കിൽ റജഅ യർജിഉ എന്നല്ല വരിക? റജഅ യർജിഉ എന്നാണോ വരിക ശരിക്കും? ഇത് മത്താ വന്നത് കൊണ്ടാണോ?
വെയിറ്റ് മത്ത വന്നുകൊണ്ട് എന്ത് സംഭവിച്ചു? അങ്ങനെ വരില്ലല്ലോ അല്ലെ? മത്ത മറ്റേതിനാണ് വരിക. മത്ത വന്നുകൊണ്ട് എന്ത് സംഭവിച്ചു? എപ്പോഴാണ് വരിക? ഇത് ഞാൻ ഹത്ത എന്നുള്ളതാണ് പറഞ്ഞത്. ഇനി ഹത്ത ആണെന്ന് വിചാരിച്ചോ? ഹത്ത ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഏതിനാണ് സംഭവിക്കുക? നാമത്തിനെ വരുള്ളൂ. നാമത്തിന് വരും. എന്നിട്ട് ഏത് അക്ഷരത്തിനാ കസ്ർ വരുന്നത്? ആദ്യത്തെ അക്ഷരത്തിനാ മധ്യത്തെ അക്ഷരത്തിനാ കസ്ർ? അതെ ആദ്യത്തെ അക്ഷരത്തിനാണോ മധ്യത്തെ അക്ഷരത്തിനാണോ? മധ്യത്തിന്റെ അക്ഷരത്തിൽ അന്ത്യത്തില്. അപ്പൊ ഇവിടെ യർജിയോന് കസ്ർ വരാൻ കാര്യം എന്താ? ഗ്രൂപ്പാണോ അത്? അറബ ഗ്രൂപ്പ് ആയതുകൊണ്ട് അതിന്റെ അപൂർണ ക്രിയക്ക് അത് കസ്ർ വന്നേ ഉള്ളൂ. അല്ലാതെ ഹത്ത വന്നാലും ഹത്തായി വന്നാലും അതിന്റെ നാമത്തിന്റെ എന്തിലാണ് കസ്ർ വരുന്നത്? മുമ്പ് ഒരു അക്ഷരം വരുന്നത് അല്ലെങ്കിൽ ഒരു പദം വരുന്നത് കാരണമായി അന്ത്യമാണ് മാറുന്നത്. മാറി വരുന്നത് നാമങ്ങളില് അല്ലെങ്കിൽ ക്രിയകളിലെ അന്ത്യമാണ് മാറി വരുന്നത്. മറ്റതെന്താണ്? ക്രിയയുടെ പരിവർത്തന ഘട്ടത്തിൽ മാറി വരുന്നത് എന്താണ്? അത് മധ്യമാണ് മാറി വരുന്നത്. ക്രിയയുടെ പരിവർത്തന ഘട്ടത്തിൽ നസറ യൻസുറു, അപ്പൊ പരിവർത്തനമാണ്, കൺജുഗേഷൻ എന്ന് പറയും. അതാണ് ഉസ്താദ് സർഫ് എന്ന് പറയാ. അതാണ് സർഫ്. സർഫ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ചെയ്യൽ, കൺവെർട്ട് ചെയ്യൽ. നമ്മൾ ചേഞ്ച് ചോദിക്കൂലേ? 100 രൂപയ്ക്ക് ചേഞ്ച് ഉണ്ടോന്ന് ചോദിക്കണമെങ്കിൽ എന്ത് ചെയ്യും? അതിന്റെ ഒക്കെ സർഫ് എന്നാ പറയുന്നത്. അപ്പൊ നമ്മളിവിടെ ഗ്രാമറൊക്കെ പഠിച്ചിട്ട് നീ ഗ്രാമർ പഠിച്ചോന്ന് അല്ല ചോദിക്കുന്നത്. സർഫ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ചെയ്യും. അപ്പോ അതാണ്. അപ്പോ മാറി വരുന്നത് നാമത്തിന്റെ അന്ത്യത്തിലാണ് മാറി. എനിവേ ഇവിടെ മത്തയാണ്. മത്ത യർജിഉ. അപ്പോ റജ എന്ന പൂർണ്ണക്രിയയിലെ അപൂർണക്രിയ യർജിഉ എന്ന് പറഞ്ഞു, മധ്യത്തിൽ കസ്റാണ്. മത്ത യർജിഉ മിന സൂഖി. അപ്പൊ ഈ ക്രിയകൾ എന്ത് ചെയ്യണം? എങ്ങനെ അറിയാൻ പറ്റും ഇത് മധ്യത്തിൽ ഫത്ഹാണോ മധ്യത്തിൽ കസ്റാണോ, പൂർണ്ണക്രിയയിലെ ഫത്ഹാണോ പൂർണ്ണക്രിയയിലെ കസ്റാണോ? എങ്ങനെ അറിയാൻ പറ്റും? ഏത് ബാച്ചിലാണെന്ന് മനസ്സിലാക്കിയാൽ ഏത് ബാച്ചിലാണെന്ന് മനസ്സിലാക്കി ഒരു ക്രിയ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അയാളെ അല്ലെങ്കിൽ ആ ക്രിയയെ ഐഡന്റിഫൈ ചെയ്യണം. അതിനാണ് നമ്മൾ എന്നൊക്കെ പഠിക്കുന്നത്. അതിന്റെ ഫുൾ സിസ്റ്റം നമ്മൾ അങ്ങ് പഠിച്ചു കഴിയുകയാണ്. അതില് നമ്മൾ പ്രിലിമിനറി 1 തന്നെ ആ സംഭവം കംപ്ലീറ്റ് പഠിക്കും. അതിന്റെ ആ സിസ്റ്റം ഇങ്ങനെയാണെന്നുള്ളത് പഠിക്കും. പിന്നീട് അടുത്ത ഗ്രൂപ്പ് പ്രിലിമിനറി 2 പഠിക്കും. 2 തന്നെ 3, 4 2, 3, 4 ഗ്രൂപ്പുകൾ പഠിക്കും. പിന്നെ അധികം മറ്റ് VIP ക്രിയകളൊക്കെയാണ് പഠിച്ച് പോകുന്നത്. അപ്പൊ അത് ആ സിസ്റ്റം എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടിയുള്ള സിസ്റ്റമാണ്. അപ്പൊ ഒരു ക്രിയ പഠിക്കുമ്പോൾ ഇപ്പൊ നമ്മൾ ഒരാളെ കണ്ടാൽ എന്ത് ചെയ്യും? ആളെ കണ്ടാൽ ഉടനെ തന്നെ അയാളുടെ എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കിയിരിക്കേണ്ടത്? അക്കാര്യം നമ്മൾ മനസ്സിലാക്കി വയ്ക്കും അല്ലേ? ഒരാളെ നമ്മളെ പേര് സേവ് ചെയ്യുമ്പോൾ തന്നെ അയാളെ പേര് വ്യത്യാസം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് പോലെ പേരുള്ള വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അതിൽ വേറൊരു പേരും കൂടെ നമ്മൾ കൊടുക്കും. അതേപോലെ ഒരു ക്രിയ കണ്ടാൽ, ഒരു ക്രിയ കിട്ടിയാൽ ആ ക്രിയയുടെ അപൂർണ ക്രിയ അടക്കമാണ് പഠിക്കുക. പിന്നെ നമ്മളെ ക്രിയാധാതു പഠിക്കുമ്പോൾ പറയും അതിന്റെ ക്രിയാധാതുവും കൂടെ പഠിക്കണം. ഒരു ക്രിയ പഠിക്കുമ്പോൾ ആ ക്രിയയുടെ അപൂർണ ക്രിയയും ക്രിയാധാതുവും ചേർത്താണ് പഠിക്കുക. ഇതെല്ലാം ചേരുന്ന രീതിയിലാണ് അണ്ടർസ്റ്റാൻഡ് ഖുർആനിൽ ചെയ്യുന്നത്. 21 രൂപ തയ്യാറാക്കി. അപ്പോ മത്ത യർജിഉ മിന സൂഖി, മാർക്കറ്റിൽ നിന്ന് എപ്പോൾ മടങ്ങി വരും? മൂസ യർജിഉ ഫിസ്സാഅതി അസ്സാബിഅതി. അപ്പൊ അതും കൂടെ നമ്മൾ പഠിക്കണം. നേരത്തെ പറഞ്ഞെന്ന് തോന്നുന്നു. അസ്സാഅത്തു സാബിഅതു എന്ന് പറഞ്ഞാൽ 7-ാം മണിക്കൂറിലല്ല, 7 മണിക്ക്. അപ്പൊ സമയം പറയുമ്പോ സമയത്തിന് എന്ത് ചെയ്യണം? സമയത്തിന് ഓർഡിനൽ കൗണ്ടിങ്ങിലാണ് ഉപയോഗിക്കേണ്ടത്. ഓർഡിനൽ കൗണ്ടിങ്. അപ്പൊ നമ്മൾ പാഠം തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞായിരുന്നു ഓർഡിനൽ കൗണ്ടിങ് ഇപ്പോഴേ പഠിച്ചു വെക്കണം.
الدرس الأول، الدرس الثاني، الدرس الثالث، الدرس الرابع، الدرس الخامس، الدرس السادس، الدرس السابع، الدرس الثامن، الدرس التاسع، الدرس العاشر. 10 വരെ. അപ്പൊ അത് നിങ്ങൾ പാഠപുസ്തകം എടുത്ത് വെച്ച് ഇങ്ങനെ വായിച്ചു നോക്കിയാൽ 1, 2, 3 എന്ന് കിട്ടും. ഒന്നാം പാഠം എടുത്ത് വെച്ചാൽ ഈ പുസ്തകം എടുത്തു നോക്കിയാൽ എല്ലാ പുസ്തകത്തിന്റെയും പാഠം ഇങ്ങനെയാണ്. അറബിയിലെല്ലാം പാഠത്തിന്റെ പേര് പറയുമ്പോൾ അങ്ങനെ ഓർഡിനൽ കൗണ്ടിങ്ങിലാണ് പറയുന്നത്. ഒന്നാമത്തെ പാഠം, രണ്ടാമത്തെ പാഠം, മൂന്നാമത്തെ പാഠം ഇങ്ങനെയാണ് വരിക. അപ്പൊ സമയം പറയുമ്പോഴും അതാണ് ഉപയോഗിക്കുന്നത്. 7 മണിക്കാണ് അദ്ദേഹം മടങ്ങാറുള്ളത്. ചിലപ്പോൾ, ദാഇമൻ always, അഹ്യാനൻ സംടൈംസ്. അഹ്യാനൻ സംടൈംസ്. അപ്പൊ ദാഇമന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് അഹ്യാനൻ ഉപയോഗിക്കാം. എല്ലായ്പ്പോഴും അല്ലെങ്കിലും ചിലപ്പോൾ. എല്ലായ്പ്പോൾ, ദാഇമൻ എല്ലായ്പ്പോഴും, ഓപ്പോസിറ്റ് അഹ്യാനൻ ചിലപ്പോൾ. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ ദർസുൽ അവ്വൽ എന്ന്. ദർസുൽ അവ്വൽ, ദർസ് എന്താണ്? മസ്കുലിനാണ്, പുല്ലിംഗമാണ്. അപ്പൊ എന്ത് പറഞ്ഞു? അപ്പോൾ പുല്ലിംഗ രൂപത്തിൽ പറഞ്ഞു. അദ്ദർസുൽ അവ്വലു, അദ്ദർസു സാനി, അദ്ദർസു സാലിസ്. ഇവിടെ എന്താണ്? അസ്സാഅത്ത് സ്ത്രീലിംഗമാണ്. സമയം സ്ത്രീലിംഗമാണ്. സാഅത്ത് തായുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്തു? അസ്സാഅത്തു അത്താസിഅത്തു, അല്ലെങ്കിൽ ഫിസ്സാഅത്തി താസിഅത്തി, അല്ലെങ്കിൽ അസ്സാബിഅത്തി ഫിസ്സാഅത്തി സാബിഅത്തി, 7 മണിക്ക് മടങ്ങും. വഹ്യാനൻ ഫിസ്സാഅത്തി സാമിനത്തി, ചിലപ്പോൾ 8 മണിക്ക് മടങ്ങും. ജക്കരിയ മാദാ യഫ്അലു ഫിൽ ബൈത്ത്, മാദാ യഫ്അലു ഫിൽ ബൈത്ത്. അപ്പൊ ഇവിടെയും എന്താണ്? യഫ്അലു എന്ന് പറയുന്നത് ഹാബിച്വൽ ആക്ഷനാണ്. വീട്ടിൽ എന്താ ചെയ്യാറുള്ളത് എന്നാണ്. വീട്ടിൽ എന്താണ് അദ്ദേഹം ചെയ്യാറുള്ളത്? മാദാ യഫ്അലു ഫിൽ ബൈത്തി. അപ്പോ ഫഅലയുടെ അപൂർണക്രിയയായ യഫ്അലു പഠിച്ചു. യഫ്അലു പഠിക്കുമ്പോൾ അതിന്റെ പൂർണ്ണക്രിയയായ ഫഅലയും കൂടെ നോട്ട് ചെയ്യുക. മൂസ യഖ്റഉ الصحف ويسمع الأخبار من الإذاعة. വീട്ടിൽ ചെയ്യുന്നത് യഖ്റഉ الصحف, പത്രങ്ങൾ വായിക്കും. അസ്സഹഫ് പത്രങ്ങൾ, സഹീഫത്തുൻ ജംഉഹു സഹഫുൻ, പത്രങ്ങൾ. യഖ്റഉ الصحف ويسمع الأخبار. യസ്മഉ, അപ്പോ യഖ്റഉ എന്നത് എന്താണ്? ഫിഅൽ മുളാരിഅണ്. ഫിഅൽ മുളാരിഅണ്. അതിന്റെ മധ്യത്ത് എന്തുണ്ട്? ഫതഹുണ്ട്. ഖറഅയാണ് അതിന്റെ മാളി. അതിന്റെ മധ്യത്ത് ഫതഹുണ്ട്. ഖറഅ യഖ്റഉ. യഖ്റഉ الصحف ويسمع الأخبار, വാർത്തകൾ കേൾക്കും. വാർത്തകൾ കേൾക്കും. നമ്മുടെ മലയാളത്തിൽ പറയുന്ന വാർത്ത കേൾക്കുമെന്നാണ് അല്ലേ? അറബിയിലും ഇംഗ്ലീഷിലും ബഹുവചനമാണ്. ഞങ്ങൾ തിരുവനന്തപുരത്തുകാർ വെള്ളങ്ങൾ കുടിക്കുമ്പോ എല്ലാവരും കളിയാക്കും. വെള്ളങ്ങളൊക്കെ കുടിച്ചോ? അപ്പോ അതിന് ഓരോന്നിലും വ്യത്യാസമുണ്ട്. നമ്മൾ മലയാളത്തിൽ വാർത്ത എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ ന്യൂസ്, അതിന് ബഹുവചനം മാത്രമേ ഉള്ളൂ. അതേപോലെ പറയാറുള്ളത് അറബിയിൽ അഖ്ബാർ, യസ്മഉൽ അഖ്ബാർ എന്ന്. വാർത്ത വായിക്കുന്നത് എന്നാണ് പറയുന്നത്. വാർത്തകൾ വായിക്കുന്നു എന്നാണ് പറയുന്നത്. അല്ല, വാർത്ത വായിക്കുന്നു. യസ്മഉൽ അഖ്ബാർ, ഖബറിന്റെ ബഹുവചനമാണ് അഖ്ബാർ. ഖബറുൻ ജംഉഹു അഖ്ബാർ. ഖബറുൻ ജംഉഹു അഖ്ബാർ. മിനൽ ഇസാഅത്തി, ഇസാഅത്ത് റേഡിയോ സ്റ്റേഷൻ. റേഡിയോ സ്റ്റേഷനിൽ നിന്നും വാർത്തകൾ കേൾക്കും. ഇതാണ് അദ്ദേഹം സാധാരണ ചെയ്യാറ്. അപ്പോ സമിഅ യസ്മഉ. അപ്പൊ യസ്മഉവിന്റെ പൂർണ്ണക്രിയ സമിഅ എന്നാണ്, അതിന്റെ അപൂർണക്രിയയാണ് യസ്മഉ. യസ്മഉൽ അഖ്ബാറ മിനൽ ഇസാഅത്ത്.
സക്കരിയ മത്താ യദ്ഹബു ഇലൽ മസ്നഇ മത്താ യദ്ഹബു അപ്പോ നേരത്തെ ദഹബ പറഞ്ഞു കഴിഞ്ഞു മത്താ യദ്ഹബു അദ്ദേഹം എപ്പോഴാണ് പോകാറുള്ളത് എപ്പോൾ പോകും അപ്പൊ എപ്പോൾ പോകുമെന്ന് ചോദിച്ചാൽ മതി സാധാരണ പക്ഷെ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഈ ഹാബിച്വൽ ആക്ഷന് ഈ ക്രിയാരൂപമാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് പോകാറ് എപ്പോഴാണ് പോകാറ് ഇലൽ മസ്നഇ ഫാക്ടറി എന്താണ് ഫാക്ടറി സ്വനഅ നിർമ്മിച്ചു മസ്നഅ നിർമ്മാണശാല നിർമ്മിക്കുന്ന സ്ഥലം മസ്നഉൻ സ്വനഅ നിർമ്മിച്ചു സ്വനഅ യസ്നഉ സുൻഉൻ എന്നാണ് നമ്മൾ പഠിച്ചത് അല്ലേ മൂസ യദ്ഹബു ഫി الساعة 9:09 അപ്പൊ പിന്നെ 30 മിനിറ്റിന് എന്ത് പറയും അരമണിക്കൂർ എന്നാണ് ഉപയോഗിക്കല് 30 ദഖീഖ എന്നല്ല പറയല് നിസ്ഫ് സാഅ ഇവിടെ ഫി الساعة 9 9 മണിക്കും 9 മണി പിന്നെ വനിസ്ഫ് അരമണിക്കൂർ അപ്പൊ الساعة 9 വന്നിസ്ഫ് 9:30 9:30 മണി الساعة 9 والنصف 9:30 മണി ഇവിടെ കസർ ഇല്ലെങ്കിൽ എന്താ പറയാ അന്നിസ്ഫ് എന്നാണ് പറയാ കാരണം ഫീ വന്നുകൊണ്ടാണ് ഫി الساعة 9 والنصف എന്ന് പറഞ്ഞത് التاسعة والنصف 9:30 التاسعة والنصف വാതി ചേർക്കുമ്പോ അതിന് മുമ്പുള്ളതിന്റെ അടയാളമാണല്ലോ വരേണ്ടത് الساعة 9 والنصف زكريا متى يرجع من هناك متى يرجع من هناك അവിടെ ഫ്രം ദയർ അവിടെ നിന്ന് എപ്പോഴാണ് മടങ്ങുന്നത് നേരത്തെ വന്നു മത്താ യർജഉ അപ്പൊ ഒരു ക്രിയ നമ്മൾ ഒരിക്കൽ പഠിക്കുമ്പോൾ തന്നെ അതിന്റെ അടയാളങ്ങൾ മനസ്സിലാക്കി വെക്കുന്നു പിന്നീട് അടയാളങ്ങൾ ഇല്ലാതെ നമുക്ക് വായിക്കാൻ പറ്റും മൂസ യർജഉ ഫി الساعة 1:01 അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞു അസാനിയത്തു സാഅത്ത് സാനിയത്ത് അല്ലെങ്കിൽ സാലിസത്തു പറഞ്ഞു സാബിയത്ത് എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഓർഡിനൽ കൗണ്ടിങ് ആണ് മണിക്കൂർ സമയം പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നത് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ യർജഉ ഫി സാഅത്തിൽ ഊല എന്ന് പറയണ്ടേ സാഅത്തിൽ ഊല എന്ന് പറയണം ഊല എന്നല്ല പറയുന്നത് ഒന്നാമത്തേതിന് വാഹിദത്ത് എന്നാണ് ഉപയോഗിക്കുന്നത് അസാഅത്തുൽ വാഹിദ 1 മണി അസാഅത്തുൽ വാഹിദ 1 മണി 2 മണിയാണെങ്കിലോ അസാഅത്തു സാനിയത്തു 2 മണി അപ്പൊ അവിടെ മുതൽ അങ്ങോട്ടെല്ലാം എന്താണ് ഓർഡിനൽ കൗണ്ടിങ് ആണ് ക്രമപ്രകാരമുള്ള ക്രമാനുഗതമായ എണ്ണലാണ് ഇവിടെ ഫിസ്സാഅത്തിൽ വാഹിദത്തി വന്നിസ് 1:30 മണിക്ക് മടങ്ങും അവിസാനിയത്തി അല്ലെങ്കിൽ 2 മണിക്ക് അപ്പൊ അവിടേക്ക് എന്താണ് നേരത്തെ പണി തീരും പിന്നെ നമ്മള് വൈകുന്നേരങ്ങളിൽ പഠിച്ചാൽ മതി ഇഷ കഴിഞ്ഞിട്ട് പഠിക്കണ്ട അപ്പൊ ഉറക്കം വരില്ല ഇഷ കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം സ്വിച്ച് ഓഫ് ചെയ്യണം പക്ഷെ പിന്നെ ഷട്ടിങ് ഡൗൺ ആണ് വൈകുന്നേരം ആയ പിന്നെ ഷട്ടിങ് ഡൗൺ അപ്പൊ നേരത്തെ പണി തീരും 1:30-2 മണിയാകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും പണി തീരും രാവിലെ 7 മണിക്ക് തുടങ്ങും 1:00-2 മണിയാകുമ്പോൾ പണി زكريا أيذهب إلى المصنع مرة أخرى بعد الظهر أيذهب അപ്പൊ എവിടെയും ഹാബിച്വൽ ആക്ഷൻ അയദ്ഹബു പോകാറുണ്ടോ ഇലൽ മസ്നഇ ഫാക്ടറി മറത്തൻ ഉഖറ മറ്റൊരു തവണ മറത്തൻ ഉഖറ സെക്കൻഡ് ടൈം പോകാറുണ്ടോ ബഅദ ളുഹരി ളുഹറിന് ശേഷം അപ്പൊ അങ്ങനെ ചില സ്ഥാപനങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ടാവും 2 ഡ്യൂട്ടി ഉണ്ടാവും ളുഹർ വരെ ഒരു ഡ്യൂട്ടി ഇപ്പൊ 2 മണിക്കാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് പിന്നീട് ളുഹർ വരെ ഒരു ഡ്യൂട്ടി ആണെങ്കിൽ അത് കഴിഞ്ഞിട്ട് പിന്നെ അസറിന് ശേഷമോ അതല്ലെങ്കിൽ എപ്പോഴെങ്കിലും പിന്നെ കുറച്ച് മണിക്കൂറും കൂടെ ഉണ്ടാവും അതാണ് ചോദിക്കുന്നത് അയദ്ഹബു ഇലൽ മസ്നഇ മറത്തൻ ഉഖറ ബഅദ ളുഹരി ളുഹർ കഴിഞ്ഞിട്ട് ഒന്നുകൂടെ പോകാറുണ്ടോ
മൂസ ലാ ലാ യദ്ഹബു. ലാ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ലാ യദ്ഹബു ബഅദ ളുഹർ. ളുഹർ കഴിഞ്ഞാൽ പോവുകയില്ല. യജ്ലിസു ഹുന, ഇവിടെ ഇരിക്കും. ഹുനാക്ക അവിടെ, ഹുന ഇവിടെ. അപ്പൊ ഹുനയുടെ ഓപ്പോസിറ്റ് എന്ത് ചെയ്യണം? ഹുനാക്ക. ഹുനാലിക്ക എന്നും പറയാം. ഹുനാലിക്ക രാജകരിയാത് അത് പറഞ്ഞ പോലെ ഹുനാക്കയും പറയാം, ഹുനാലിക്കയും പറയാം. ഹുന ഇവിടെ, ഈ മക്തബിഹി അദ്ദേഹത്തിന്റെ ഓഫീസിൽ, ഇവിടെ അദ്ദേഹത്തിന്റെ ഓഫീസിൽ ഇരിക്കും. ബഅദ സ്വലാത്തുൽ അസ്രി, അസ്ർ നമസ്കാരത്തിന് ശേഷം. അപ്പൊ ഇവിടെ എന്താവുന്നത്? യദ്ഹബു നേരത്തെ വന്നു, യജ്ലിസു, യജ്ലിസു എന്ന ക്രിയ വന്നു. അപ്പൊ അത് അതിന്റെ പൂർണ്ണക്രിയ എന്താണ്? ജലസ. അപ്പൊ ജലസ പൂർണ്ണക്രിയയിൽ മധ്യത്ത് ഫത്തഹാണ്, അപൂർണ്ണക്രിയയിൽ മധ്യത്ത് കസറാണ്. യജ്ലിസു, യജ്ലിസു ഹുന ളറബ യദ്രിബു ഗ്രൂപ്പ് ബഅദ സ്വലാത്തുൽ അസ്രി. സക്കരിയ കം ആമിലൻ യഅമലു ഫീ മസ്നഇകും. കം ആമിലൻ, അപ്പൊ നമ്മൾ നേരത്തെ കമ്മിന്റെ പ്രയോഗം പഠിച്ചത്. കം ആമിലൻ, എത്ര ആമില്, എത്ര പണിക്കാരാണ് നിങ്ങളുടെ ഫാക്ടറിയിൽ പണിയെടുക്കും. യഅമൽ ഫീ മസ്നഇകും, നിങ്ങളുടെ ഫാക്ടറിയിൽ പണിയെടുക്കുന്നത്. അല്ല ലേറ്റ് ആകുന്നു, ഇപ്പൊ പുതിയ സൗണ്ട് കേൾക്കുന്നു. അല്ല നേരത്തെ ഉണ്ടായിരുന്നു, നേരത്തെ മോളുള്ളതുകൊണ്ട് ഞാൻ മ്യൂട്ട് ഓഫ് ചെയ്ത് വെച്ചിരുന്നു. ഓക്കെ. മൂസ മസ്നഉന ലൈസ ബികബീരിൻ. കം ആമിലൻ യഅമലു, എത്ര പണിക്കാർ പണി ചെയ്യുന്നു. മൂസ പറഞ്ഞു മസ്നഉന, ഞങ്ങളുടെ ഫാക്ടറി. ലൈസ ബികബീരിൻ, ലൈസയുടെ കൂടെ ബി വരുമെന്ന് പറഞ്ഞായിരുന്നല്ലോ. അലൈസ അല്ലാഹു ബി അഹ്കമിൽ ഹാക്കിം. അതേപോലെ ലൈസ ബികബീരിൻ. അപ്പൊ പിന്നെ ലൈസ കാനയുടെ നിയമം ഒന്നും അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല. കാനയുടെ സഹോദരിയാണല്ലോ ലൈസ. ലൈസു സവാഅൻ, അവിടെ ബി ഇല്ലാതെ വന്നു. അപ്പൊ സവാഅൻ എന്ന് പറഞ്ഞത് കാനയുടെ ഖബറായിട്ട് വന്നതാണ്, ലൈസയുടെ ഖബറായിട്ട് വന്നു. ഇവിടെ ബി വരുമ്പോഴത്തേക്ക് എന്തായി? അതിനെ അതിന്റെ നിയമത്തെ വോയിഡ് ആക്കും, ഇൻവാലിഡ് ആക്കും. ലൈസ ബി കബീരിൻ, അത് ഞങ്ങളുടെ ഫാക്ടറി വലിയ ഫാക്ടറി ഒന്നുമല്ല. യഅമൽ ഫീഹി 125 ആമിലൻ. അപ്പൊ വീണ്ടും നമ്മൾ കൗണ്ടിങ്ങിലേക്ക് യഅമലു ഫീഹി. അപ്പോ ഒന്നാമത്തെ സംഗതി യഅമലു, യഅമലുവിന്റെ മാളി എന്താണ്? അമല. അമീല. അമീല അമലൻ. സെമിയ ഗ്രൂപ്പ്. സമിയ ഗ്രൂപ്പാണ്. യഅമലു ഫീഹി, അതിൽ വർക്ക് ചെയ്യുന്നു. ഫീ മസ്നഇ 125, 100 പിന്നെ 25. എന്തുകൊണ്ടാ ഹംസത്ത് എന്ന് പറഞ്ഞത്? മിയത്ത് തന്നെയാണ്. മിയത്ത് എപ്പോഴും മിയത്ത് തന്നെയാണ്. മിയത്തിന് താ ഇല്ലാതെ വരില്ല. ജെൻഡർ അനുസരിച്ച് മിയത്ത് മാറുന്നില്ല. പിന്നെന്തുണ്ട്? ഹംസത്തും 25 ആമിലൻ. ആമില് വന്നപ്പോ ഹംസത്തുൻ. അപ്പൊ ആമില് പണിയെടുക്കുന്ന ആണുങ്ങളാണ്. മെയിൽ ലേബേഴ്സിനെ കുറിച്ചാണ് പറഞ്ഞത് ആമിൽ. അപ്പൊ മെയിൽ ആയതുകൊണ്ട് എന്ത് ചെയ്തു? അതിനെ ഓപ്പോസിറ്റ് ജെൻഡറിലാണ് ചില്ലറ കൗണ്ട് ചെയ്യുന്നത്. ഹംസത്ത്, ഹംസത്തുൻ വ 20 ആമിലൻ. അപ്പൊ നേരത്തെ പറഞ്ഞു എണ്ണപ്പെടുന്നതിന് എന്ത് ചെയ്യണം? നസ്ബാക്കി പറയാം. നസ്ബ് ചെയ്ത് ഹംസത്തുൻ വ 20 ആമിലൻ. വ മുഹന്ദിസാനി. മുഹന്ദിസ് ആരാണ്? എഞ്ചിനീയർ. എഞ്ചിനീയർ. മുഹന്ദിസാനി 2 എഞ്ചിനീയേഴ്സ്. 2 എഞ്ചിനീയേഴ്സും 150 പണിക്കുണ്ട്. 150 ആണ് അല്ലേ? ഹംസത്തുൻ 20 അല്ല, അങ്ങനെ 150 അല്ല, അത്രല്ലേ വരുന്നേ? 125. ഹംസത്ത് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5. പിന്നെ 50 എന്ന് പറഞ്ഞിട്ട് 125. അപ്പൊ 20. ഹംസത്തും 20 എന്ന് പറഞ്ഞാൽ 25. 250. ഓ അങ്ങനെ. 200 എന്ന് അവിടെ നിട്ടി. തെറ്റിപ്പോയി. 100. പിന്നെന്ത് ചെയ്യണം?
ഹംസത്തും വൈശറൂന. ഇഷറൂന 20, ഹംസത്തുൻ 5. ഹംസത്തും വൈശറൂന. ഈ എണ്ണം നമ്മൾ നേരത്തെ പഠിച്ച പാഠങ്ങളുണ്ടല്ലോ, ആ പാഠങ്ങളൊക്കെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണം. റിപ്പീറ്റ് ചെയ്ത് ഉറപ്പിച്ച് വെക്കണം. അല്ല, Simple. ആദ്യം പറഞ്ഞു, പിന്നെ ഒറ്റയുള്ള സംഖ്യ പറഞ്ഞു, പിന്നെ ഇരട്ടുള്ള സംഖ്യ പറഞ്ഞു. എന്താ അങ്ങനെ വരുന്നത്? മിഅത്ത് പറഞ്ഞു. മിഅത്ത് നമ്മൾ എന്ത് ചെയ്യണ്ട, അതിലോട്ട് കൂട്ടണ്ട. മിഅത്ത് അതിലോട്ട് കൂട്ടണ്ട. മിഅത്ത് വേറൊരു സംഭവം. അപ്പൊ 100 ഉണ്ട്. 100 കൂടാതെ പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ഹംസത്തും വൈശറൂന. അതാണ് ഇപ്പോഴത്തെ നമ്മുടെ പാഠം. ഹംസത്തും വൈശറൂന 25. അപ്പൊ 25 എന്നുള്ളതിന് ഹംസത്ത് എന്തുകൊണ്ട് ഉപയോഗിച്ചു? ആമില് ആണുമായതുകൊണ്ട്, മാസ്കുലിനായതുകൊണ്ട് ഹംസത്തിന്. പിന്നെ ഹംസത്തിൻ വൈശറൂന ആമിലൻ നസ്ബ് ചെയ്തിട്ടാണ് പറയുന്നത്. നമ്മള് നേരത്തെ ചില്ലറ പറയുമ്പോഴത്തേക്ക് ചില്ലറ ബഹുവചനമാക്കി കെസ് കൊടുത്താ പറയും. ഹംസത്തു കുതുബിൻ, ഹംസത്തു തുല്ലാബിൻ, ഹംസത്തു ഔലാദിൻ എന്നാണ് പറയുന്നത്. ഇവിടെ എന്ത് ചെയ്യണം? ഏകവചനത്തിന് നസ്ബ് കൊടുത്ത് പറയാം. ഹംസത്തു വൈശറൂന ആമിലൻ വ മുഹന്ദിസാൻ, 2 എഞ്ചിനീയർമാരും. ജക്കരിയ. അസ്സാഅത്തുൽ ആൻ അത്താസിഅതു ഇല്ലാ റുബ. അപ്പൊ നേരത്തെ നമ്മള് 9ഉം 9:30യും പഠിച്ചു. താസിഅത്ത് പഠിച്ചു, അത്താസിഅത്തു വനിസ്ഫു പഠിച്ചു. ഇവിടെ എന്ത് ചെയ്യുന്നു? അസ്സാഅത്തുൽ ആന, ഇപ്പോൾ, അൽ ആന ഇപ്പോൾ, അത്താസിഅതു ഇല്ലാ റുബ 9ആയി, പിന്നെ ഇല്ലാ റുബഅൻ. റുബ എന്ന് പറഞ്ഞാൽ കാല്, കയ്യിലെ കൂടെയുള്ള കാലല്ല, കയ്യിലെ കൂടെയുള്ള കാലല്ല. 15 minutes. ക്വാർട്ടർ. 1/4. ക്വാർട്ടർ 1/4. ഇല്ലാ റുബ. ഇപ്പൊ ഇല്ലാക്ക് ശേഷം വരുന്നതിന് എന്ത് ചെയ്യണം? നസ്ബ് ചെയ്യണം. അതാണ് കോമൺ നിയമം. ഇല്ലാക്ക് ശേഷം വരുന്നതിന് നസ്ബ് ചെയ്യണം എന്നുള്ളതാണ് പൊതു നിയമം. ഇല്ല റുബഅൻ, റുബ ഒഴിച്ച്, ക്വാർട്ടർ ഒഴിച്ച് 9ആയി എന്ന് പറഞ്ഞാൽ ഇല്ല റുബ എന്ന് പറഞ്ഞാൽ മൈനസ് ക്വാർട്ടർ എന്ന് പറയാം. 8:45. 8:45 നമ്മൾ 9ൽ പോയിട്ട് കാല് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. 8:45 എന്നല്ല പറയുന്നത്. അങ്ങനെ പറയുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇതാണ് അതിന്റെ ശരിയായ രീതി, പ്രയോഗം, ഭാഷയിലെ പ്രയോഗം ഇതാണ്. അപ്പോ സക്കരിയ പറഞ്ഞു ഇപ്പൊ 8:45. അപ്പൊ വന്നില്ലല്ലോ. അപ്പൊ നേരത്തെ യർജഉ എന്ന് പറഞ്ഞതിന്റെ മാളി പറയാൻ വേണ്ടിയാണ് മാ റജ എന്ന് പറഞ്ഞത്. ഇവിടെ മാ റജ എന്ന് പറഞ്ഞു. മാ റജ അബൂക്ക. മാളി വന്നു. മൂസ ലഅല്ലഹു യർജഉൽ യൗമ മുതഅഖിറൻ. അപ്പൊ ലഅല്ലയുടെ പ്രയോഗം കൂടി പഠിച്ചു. ലഅല്ലയുടെ പ്രയോഗം കൂടി പഠിച്ചു. ലഅല്ലഹു. അപ്പോ ലഅല്ലഹു യർജഉൽ യൗമ, ഒരുപക്ഷെ അദ്ദേഹം മടങ്ങിയേക്കാം, അൽ യൗമ ഇന്ന്, മുതഅഖിറൻ ലേറ്റായി. എന്താണ് നേരത്തെ നമ്മൾ പറഞ്ഞു? ഐ ആം അഫ്രൈഡ് എന്ന പ്രയോഗമാണ് ഇവിടെ ലഅല്ലയ്ക്കുള്ളത്. ഇവിടെ ഐ ഹോപ്പ് എന്നല്ല, അദ്ദേഹം ലേറ്റായി വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നല്ല. ഐ ഹോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? പോസിറ്റീവ് ആയിട്ടുള്ള പ്രതീക്ഷയ്ക്കാണ് ഐ ഹോപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ലാല വരുന്നിടത്ത് പോസിറ്റീവ് ആണെങ്കിൽ ഹോപ്പ്, നെഗറ്റീവ് മുതഅഖിർ എന്താണ്? യർജഉൽ മുതഅഖിറൻ, ലേറ്റ് ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ അത് നെഗറ്റീവ് ആണ്, പോസിറ്റീവ് അല്ല. അങ്ങനെ വരുമ്പോൾ എന്ത് പറയും? ഐ ആം അഫ്രൈഡ് എന്നായിരിക്കും വരുന്നത്. എന്ന് ഞാൻ ഭയപ്പെടുന്നു, എന്ന് ഞാൻ വിചാരിക്കുന്നു എന്ന അർത്ഥത്തിൽ മലയാളത്തിൽ വരുമ്പോൾ അങ്ങനെയാണ് വരിക. ലഅല്ലഹു യർജഉൽ യൗമ മുതഅഖിറൻ. അപ്പോ നമുക്ക് ഇവിടെ നിർത്താം. ഈ പാഠം നന്നായി വായിച്ചു നോക്കാം. കാരണം ഞാൻ പറഞ്ഞ എല്ലാ പോയിന്റും ഇതിനകത്ത് വന്നിട്ടുണ്ട്. മാളിയുണ്ട്, മുളാരിയുണ്ട്. മുളാരിന് വേണ്ടി ഏതെല്ലാം ക്രിയാരൂപങ്ങൾ വന്നു, അല്ല ഏതെല്ലാം അക്ഷരങ്ങൾ മുളാരിയിൽ വന്നു, അധികമായി വന്നു. മുളാരിയിൽ അല്ലല്ല, മുളാരിയില്
നെറ്റിയിലുള്ള ഏതൊക്കെ അക്ഷരങ്ങൾ വന്നു, പിന്നെ ഏതൊക്കെ അടയാളങ്ങൾ വന്നു മുലാരിയിൽ. ആ മുലാരിയിൽ വന്ന അടയാളം അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ മാലി എന്താണ്, ഇതൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യാം, ഈ പാഠത്തിൽ വന്ന മാലി മുലാരിയും തിരഞ്ഞെടുത്ത് എഴുതണം. മാലി വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ മുലാരിയും കൂടെ എഴുതണം. മുലാരി മാത്രമാണ് വന്നിട്ടുള്ളതെങ്കിൽ അതിന്റെ മാലിയും കൂടെ എഴുതണം. രണ്ടും വന്നിട്ടുണ്ടെങ്കിൽ അഖിലം മസഹരം, സന്തോഷം. മാലയും മുലാരിയുമാണ് എടുത്ത് എഴുതിയിട്ട് ടേബിള് ഗ്രൂപ്പിൽ ഇടണം. പിന്നെന്താ പറഞ്ഞത്? ടേബിൾ എന്ന് പറയുമ്പോൾ ഒന്നിന്റെ ഫുള്ള് ടേബിൾ എഴുതണോ? ആ ടേബിൾ അല്ല പറഞ്ഞത്, ഒരു പട്ടിക ഉണ്ടാക്കണം എന്നാ പറഞ്ഞത്. ഒരു കള്ളി വരച്ച് ചെയ്യണമെന്ന അർത്ഥത്തിലുള്ള ടേബിളാണ് ഞാൻ പറഞ്ഞത്. ഒരു കള്ളി വരച്ചിട്ട് എഴുതണം. മാലി, അൽ മാലി, അൽ ഫേലുൽ മാലി, അൽ ഫേലുൽ മുലാരി, അല്ലെങ്കിൽ അൽ മാലി അൽ മുലാരി കേട്ടോ. അല്ലില്ലെങ്കിൽ മാലിക്ക് മാലിൻ എന്നാണ് പറയുക. അതുകൊണ്ടാണ് അൽ ചേർത്ത് എഴുതാൻ പറയുന്നത്. അൽ മാലി അൽ മുലാരി എന്ന് എഴുതിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ പഠിച്ച മാലി വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ മുലാരി വന്നാലും വന്നില്ലെങ്കിലും എടുത്തെഴുതണം. നമുക്കറിയാമല്ലോ, മുലാരിയാണ് വന്നിട്ടുണ്ടെങ്കിൽ മുലാരി എഴുതണം, അതിന്റെ മാലി എഴുതണം. അപ്പൊ ഏതെല്ലാം ക്രിയകളാണോ ഇവിടെ വന്നിരിക്കുന്നത്, കാല വേണ്ട കേട്ടോ, കാല വേറെ വിഷയമാണ്. നമ്മൾ വേണ്ടത് കാല അല്ലാത്ത ക്രിയ. ഇവിടെ ഹംസ് വന്നതൊക്കെ വന്നിട്ടുണ്ട്, കറ വന്നിട്ടുണ്ട്, അതേപോലെ ദുർബലാക്ഷം വന്നിട്ടുണ്ട്, വജത വന്നിട്ടുണ്ട്. അതൊന്നും ഇവിടെ പരിഗണിച്ചിട്ടില്ല. കാരണം എന്താണ്, അവയെല്ലാം ഒരു ഗ്രൂപ്പിൽപ്പെട്ടതാണ്, 4 ഗ്രൂപ്പിൽ ഒന്നിൽപ്പെട്ടതാണ് വജത യജിദു. മാത്രമല്ല അതിൽ പ്രത്യേകിച്ച് വജതയിൽ നമ്മൾ പഠിക്കാനുണ്ട്. പക്ഷെ എന്നാലും വജത ഇവിടെ വന്നു, വജത എന്നുള്ള മാലി വന്നിട്ടുണ്ട് ഇവിടെ. വജത എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ വജത എഴുതി നമ്മൾ പഠിച്ചിട്ടുണ്ട്, പക്ഷെ ഈ ദുർബലാക്ഷം വരുന്ന സംഗതി ഇവിടെ നമ്മൾ ഇതുവരെ പഠിച്ചിട്ടില്ല. കമ്മ്യൂണിക്കേറ്റ് അറബിക്ക് വന്നിട്ടില്ല. പിന്നെ ഹംസ ഉള്ളതുണ്ട്, അത് അടിസ്ഥാനപരമായിട്ടും ഫത്തഹ ഗ്രൂപ്പിൽപ്പെട്ടതാണ്. പക്ഷേ ഹംസ ഉള്ളത് കൊണ്ട് വേറൊരു കാറ്റഗറൈറ്റ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. എന്തായിരുന്നാലും അൽ മാലി വൽ മുലാരി എന്ന് എഴുതിയിട്ട് 2 കള്ളി വരച്ച് ഇവിടെ വന്നിട്ടുള്ള ക്രിയകളെല്ലാം എടുത്തെഴുതുക. അതേപോലെ അല്ല വന്നിട്ടുള്ള സെന്റൻസ് എടുത്തെഴുതുക. ലെസന്റെ കൺസെപ്റ്റില്ലേ, ലെസന്റെ കൺസെപ്റ്റിൽ അല്ല വന്നിട്ടുള്ള ഭാഗം എടുത്തെഴുതുക. ഇതിലൊരു പോയിന്റ് ആണ്. അതേപോലെ നമ്പർ വന്നിട്ടുള്ള ഭാഗം എടുത്തെഴുതുക. നമ്പേഴ്സ് വന്നിട്ടുള്ളത് എടുത്തെഴുതുക. പിന്നെ ബൈന വന്നില്ലേ, ബൈന വന്നില്ലെന്ന് തോന്നുന്നല്ലേ പാഠത്തിൽ. ഇല്ല വന്നിട്ടുള്ള ഭാഗം എടുത്തെഴുതുക. ലെസന്റെ കൺസെപ്റ്റ് വന്നിട്ടുള്ളതെല്ലാം എഴുതുക. ലാല വന്നിട്ടുള്ളത്, ഇല്ല വന്നിട്ടുള്ളത്, പിന്നെ ഇസ്നാനി വാഹിദൻ ഇസ്നാനിയൊക്കെ വന്നിട്ടുള്ളത്, പിന്നെ പറഞ്ഞ മേത്തും ഹംസത്തും വൈശ്വറും എന്നൊക്കെ പറഞ്ഞല്ലേ, സംഖ്യ വന്നിട്ടുള്ളത്. ഓക്കെ, നമ്മളോട് നിർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒത്തുചേരൽ സാലിഹായ അമലായി സ്വീകരിക്കട്ടെ. അറബി ഭാഷ ആഴത്തിൽ പഠിക്കാനും അങ്ങനെ ഇസ്ലാമിക വിജ്ഞാനീയത്തിന്റെ പരന്ന് പ്രവിശാലമായ ലോകത്തേക്ക് കടന്നു ചെല്ലാനും ഒരുപാട് വിജ്ഞാനങ്ങൾ ആർജിക്കാനും അതെല്ലാം ഖുർആൻ പഠനത്തിന് ഉപയോഗപ്പെടുത്താനും ഒരുപാട് വിജ്ഞാനങ്ങൾ നേടുന്നതിനനുസരിച്ച് നമ്മൾ ഖുർആനിക വിജ്ഞാനം, ഖുർആൻ ആഴത്തിൽ നമുക്ക് മനസ്സിലായിക്കൊണ്ടേയിരിക്കും. പ്രത്യേകിച്ച് ഇസ്ലാമിക വിജ്ഞാനീയങ്ങളിലെ പല സംഗതികളും അറബി ഭാഷയിലാണ് ഉള്ളത്. ഒരുപാട് റിസർച്ചുകൾ, ഗവേഷണങ്ങൾ ദിനേന നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പല യൂണിവേഴ്സിറ്റികളും പല വിഷയങ്ങളിൽ പഴയതും പുതിയതും ആനുകാലികവുമായ പല വിഷയങ്ങളും ചർച്ച നടക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ രീതിയിൽ പഠിക്കുക, പ്രവർത്തിക്കുക, അടുത്ത ജനറേഷനെ അറബി ഭാഷയോട് അഭിനിവേശമുള്ളവരാക്കി തീർക്കുക. നമുക്ക് പരിചയമുള്ള വൃത്തത്തിലൊക്കെ അറബി ഭാഷ പഠിക്കാൻ എളുപ്പമാണ്, ഖുർആൻ പഠിക്കാൻ എളുപ്പമാണ്. ആ സന്ദേശം എത്തിക്കുക. ഇൻഷാ അല്ലാഹ്. സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഖൈരി ഖൽഖി മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇലാ ലിഖാ ബിഇذنില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി.